പശ്ചാത്തലം സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം. ലീഗ് അനുകൂലികൾ എന്നതിലുപരി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണം എന്നൊരു വികാരം പങ്കുവെക്കുക മാത്രമാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. കാരണം ഒരു ചേരിതിരിവുണ്ടാവുകയോ വിഭാഗീയമായി ഒരവസ്ഥ സംജാതമാവുകയോ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സമുദായത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന് മുസ്ലിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിൽക്കേണ്ടവരാണ്. ദലിത് പിന്നോക്ക ജനവിഭാഗത്തെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് സവർണ ഫാഷിസത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയത്ത് ഒരു ഭിന്നത ഉണ്ടാവുക എന്നാൽ ഒരിക്കലും അത് സമൂഹം അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിന് ശ്രമിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു വേദി താൽക്കാലികമായി രൂപീകരിച്ചത്. അത്രയേ ഉള്ളൂ. അതുമാത്രമല്ല, അങ്ങനെ അതിലേക്ക് മാത്രം ചെറുതാക്കേണ്ട ഒരു വിഷയമല്ല ഇത്. മറിച്ച് നിങ്ങൾക്കറിയാം, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവും പൊതുസമൂഹത്തിൻ്റെ നേതാവും എല്ലാ മതസംഘടനകളും ഇതര മതസ്ഥരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു മതസംഘടനയാണ്, ഗ്രാസ് റൂട്ടിൽ വേരുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കേരളത്തിലെ മുസ്ലിം ജനതയുടെ ആധ്യാത്മിക നേതൃത്വമാണ്. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകലാണ് സമുദായത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇത് രണ്ടാക്കി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു വഴിക്കും സമസ്തയെ മറ്റൊരു വഴിക്കും ആക്കി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ ശ്രമം നടത്തുന്നത് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്നൊരു പുതിയ പ്രവണതയാണ്. അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവും. 1989 ഒരു ചേരിതിരിവ് സംസ്ഥയിലുണ്ടാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. മുസ്ലിം ലീഗ് ഒരു പക്ഷത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറുപക്ഷത്തും നിന്നുകൊണ്ടാണ് രണ്ട് സംഘടനകളെയും പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തിയത് എന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഒരുപക്ഷെ ഇന്നത്തെ ഒരു 40 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് അത് അറിയാമായിരിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1989 ഇതൊക്കെ ഓർക്കാനുള്ളൊരു 15 വയസ്സായി കാണില്ല. എന്നാൽ ഇന്ന് മെച്ചുറായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഈ കാര്യം അറിയാം. ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിനെ എതിർക്കുക, അതിനെ തടഞ്ഞു നിർത്തുക എന്നതാണ് നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പുതിയ പിളർപ്പോ അല്ലെങ്കിൽ ചേരിതിരിവോ അല്ല. ഇന്ന് ഒരു മലയാള പത്രം 1-ാം പേജിൽ ന്യൂസ്, അതുപോലെ തന്നെ ഇന്നർ പേജിൽ ന്യൂസ് 2-4 വീതമാണ് വലിയ ഹെഡിങ് ഇട്ട് പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുണ്ട്. അതുപോലെ പല പത്രങ്ങളും. അപ്പോൾ പലരും ഉദ്ദേശിക്കുന്നത് ഇതൊരു പിളർപ്പിൻ്റെ മുന്നോടിയാണ് എന്നാണ്. അത് 100% തെറ്റാണ്. അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ വാർത്താമാധ്യമങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ വീട്ടിൽ വന്നതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു എന്ന് മാത്രം. നമ്മളെ വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ കൃത്യമായി മാനിക്കണമല്ലോ. അങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം വളരെ മുമ്പ് തന്നെ. ഉദാഹരണമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ ആദർശ സമ്മേളനം എന്ന പേരിൽ വേദി കെട്ടിയിട്ട് ആഭ്യന്തരമായ വിഷയങ്ങളെ പരസ്യപ്പെടുത്തുന്നൊരു സമീപനം ഉണ്ടായി. അല്പം ആദർശം പറയും, പിന്നെ ആഭ്യന്തരമായ സമസ്ത ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ടകളെ പുറത്തിട്ടുകൊണ്ടുള്ള ചർച്ച പലപ്പോഴും ഉണ്ടായി. നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞു. ഒരു വിഷയം സമൂഹത്തിൽ എത്തിക്കുമ്പോൾ ആദർശമാണെങ്കിൽ അത് അതിൽ ഒതുങ്ങി നിൽക്കണം. ഉദാഹരണം, കഴിഞ്ഞ 5-ാം തീയതി നമ്മൾ കോഴിക്കോട്ട് ഒരു വഖഫ് സമ്മേളനം നടത്തി. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും ആ വേദിയിൽ ഞങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്തു നിങ്ങൾക്ക് ആർക്കും ആരോപിക്കാനും കഴിയില്ല. മീഡിയകളുടെ കയ്യിലൊക്കെ അതിൻ്റെ വ്യക്തമായ ചിത്രം ഉണ്ടാവും. എന്നാൽ ആദർശ സമ്മേളനം എന്ന പേരിൽ പിന്നീട് നടത്തിയ യോഗത്തിൽ കണ്ടത് അങ്ങനെയല്ല. മസ്ലഹത്തിൻ്റെ മുഖത്ത് വെച്ച് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് 1 വർഷം മുമ്പ് ഞങ്ങൾ രേഖാമൂലം സമസ്തക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൻ്റെ തീയതിയും ഞങ്ങൾ കൊടുത്ത കത്തും വളരെ കൃത്യമാണ്. ഇതായിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്ത കത്ത്. ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള ആളുകൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളാണ്. സംഘടനകളുടെ ഉത്തരവാദപ്പെട്ട ഡെസിഗ്നേഷനുള്ള ആളുകളാണ്. ഇതിൽ ഞങ്ങൾ ഈ സംഗതികളൊക്കെ വിശദീകരിച്ച ശേഷം അവസാനമായൊരു വാക്ക് പറഞ്ഞു. അതിനാൽ സമസ്ത ലീഗ് നേതൃത്വം കൃത്യവും വ്യക്തവുമായൊരു തീരുമാനം കൈക്കൊള്ളുന്നത് വരെ ആദർശ വിശദീകരണം എന്ന പേരിൽ നടക്കുന്ന വിഭാഗീയതാ വേദികൾ നിർത്തിവെക്കാൻ ബഹുമാനപ്പെട്ട മുഷാവറ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു എന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് 1, സമസ്തയും മുസ്ലിം ലീഗ് നേതൃത്വവും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ നിരവധി മസ്ലഹത്ത് യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 1. 2, ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വിഭാഗീയത പ്രവണത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് കളമൊരുക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആദർശ സമ്മേളനം എന്ന പേരിൽ നടത്തുന്ന വിഭാഗീയ പ്രവണതകൾ
അന്ന് പലരും അത് ഡൈവേർട്ട് ചെയ്ത് ഞങ്ങൾ ആദർശ സമ്മേളനം നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന രീതിയിൽ ആക്ഷേപം ഉയർത്തിക്കൊണ്ട് 2023 ഓഗസ്റ്റ് 23 വർഷം കഴിഞ്ഞല്ലോ, അന്ന് കൊടുത്ത ഈ കത്ത് പരിഗണിക്കാതിരിക്കുകയും ഈ വാദം അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത് ഞങ്ങളൊക്കെ ആദർശ പ്രചരണത്തിന് എതിരാണ് എന്നൊരു ദുഷ്പ്രചരണം നടത്തി ഞങ്ങളെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. സമൂഹം അത് അംഗീകരിച്ചില്ല. ഞങ്ങൾ സമസ്തക്കാരാണെന്നും സമത്വക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും സമത്വയുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണെന്നും എല്ലാവർക്കും അറിയാം. ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ പോലുള്ള യു ഷാഫിയാജിയെ പോലെയുള്ള ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളും മൈനാജി ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് സമത്വയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളാണ് മഹല്ലുകളിലൊക്കെ ധാരാളമുള്ളത്. 90% മഹല്ലുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകർ സമത്വയിലും മുസ്ലിം ലീഗിലും വിശ്വസിക്കുന്ന ആളുകളാണ്. ഒന്ന് രാഷ്ട്രീയ പാർട്ടി, ഒന്ന് മതസംഘടന, രണ്ടും രണ്ടാണെങ്കിലും രണ്ടിലുമുള്ള ആളുകൾ ഭൂരിപക്ഷം ഒന്നാണ്. അതുകൊണ്ട് പരസ്പരം ഒരു പരിഗണന വെച്ചിട്ടാണ് രണ്ട് സംഘടനയും ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ മുന്നോട്ട് പോക്കിന് പ്രത്യാഘാതം വരുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഇത്തരം വേദികളിൽ നിന്ന് ഉണ്ടായി എന്നത് വസ്തുതയാണ്. ആ വസ്തുത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു എഴുത്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഇത് ഈ അവസ്ഥയിലെത്തിയത്. ഇനി എഴുത്തു കൊടുത്തിട്ട് കാര്യമില്ല, ഞങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് പറയുക. പക്ഷേ ഞങ്ങളങ്ങനെ ചേരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, താഴെ തട്ടിലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ചാടിക്കേറി പോകുന്നൊന്നുമല്ല. ഞങ്ങളൊക്കെ ബുദ്ധിയും ചിന്തയുമുള്ള ആളുകളാണ്, സംഘടനാ ശാസ്ത്രം അറിയുന്നവരാണ്, സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകളാണ്. ബന്ധപ്പെട്ട ആളുകളോടൊക്കെ കൂടി ആലോചിച്ചിട്ട് തന്നെ, ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഉയർന്ന നേതൃത്വത്തിലുള്ള ആളുകളോട് കൂടി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടുള്ളത്.